Hello guys, welcome back to my channel. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് വിശ്വസിക്കുന്നു. I am running late, that's the reason. Don't think that I am driving and taking a video, but actually എൻ്റെ വീട്ടിൻ്റെ ഈ അരുവേവട്ടം ആണ് കേട്ടോ. That's why. Basically the thing is that I have a very busy eventful day today, so I thought I'll make it more eventful by vlogging as well. That's the thing. അപ്പോൾ ഇത് ഒരു ശനിയാഴ്ചയാണ്. രാവിലെ തന്നെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇന്ന് എനിക്ക് 3 ഓപ്പൺസ് ഉണ്ട്. സോ ഈ 3 ഓപ്പൺ കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു റീലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. കുഞ്ഞ് റീലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഓക്കെ, അപ്പം ദാറ്റ് ഇസ് എ തിങ്. സോ റീലിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് റീൽ, പിന്നെ അതുകൂടാണ്ട് ഓപ്പണിന് പോകുമ്പോഴുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഡ്രസ്സ്, ചെരുപ്പ്, ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ട് ഒക്കെ റെഡി ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. രാവിലെ തന്നെ ഒരു തിരക്കായിരുന്നു. 8:30 ഉറങ്ങി അടിച്ചിട്ട് 9:30 പോകണം. കുളിച്ച് കഴിഞ്ഞിട്ട് 9:30 പോകണം. സോ ദാറ്റ് വാസ് എ ലിറ്റിൽ ടു മച്ച് ബട്ട് ഈ ഉറങ്ങി അടിക്കാനുള്ള കുഴിമടി കാരണം you don't have an option. You just have to manage within that 1 hour everything. I am here actually. Let me get out. So this is Thomas Townിലുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് ഇന്നത്തെ ഫസ്റ്റ് ഓപ്പൺ ആക്ച്വലി നമുക്ക്. പ്രോപ്പർട്ടി എന്ന് പറയാൻ മാത്രം അതായത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതും കാറിലിരിക്കാറാണ്. ആരെങ്കിലുമൊക്കെ വരുന്ന കാണുന്ന സമയത്ത് ഞാൻ കാറിന്ന് പുറത്തിറങ്ങും ആക്ച്വലി കേട്ടോ. സോ അതാണ് പ്രോപ്പർട്ടി ആക്ച്വലി. 4 ടൗൺ ഹൗസസ് ആട്ടോ. സോ 4 പ്രോപ്പർട്ടി. സോ ഇപ്പോൾ ആരെങ്കിലും വന്നാൽ കുറച്ച് സമയം എടുക്കും, കാരണം ഈ പ്രോപ്പർട്ടീസൊക്കെ കയറിയിരുന്ന് കണ്ട് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദാറ്റ്സ് എ തിങ്. സോ ഐ എം ബേസിക്കലി ഇൻ എ കൺസ്ട്രക്ഷൻ സൈറ്റ് ഇപ്പോൾ. മനസ്സിലായോ? അങ്ങനെ അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ നമ്മൾ കുത്തിയിരിക്കണം. അരമണിക്കൂർ കുത്തിയിരിക്കുന്ന സമയത്ത് ചില സമയം ആരെങ്കിലുമൊക്കെ വരും, ചില സമയം ആരും വരില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വേറെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് അരമണിക്കൂർ കുത്തിയിരിക്കണം. സോ ഇഫ് എനി വൺ വാണ്ട്സ് എ പ്രോപ്പർട്ടി ഇൻ തോമസ് ടൗൺ, ഹിയർ യു ഗോ. 4 ടൗൺ ഹൗസസ് ഉണ്ട് നമുക്ക്, which is under construction. You can get your first home buyers grant. Nice 3 bedroom 3 പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ 2 സെല്ലായി കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്നത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ബെഡ്റൂമും ഉണ്ട്. സോ അതിലിടയ്ക്ക് നമുക്ക് പുട്ട് കച്ചവടം കൂടി ആവാലോ. ഗൈസ്, യു നോ വാട്ട്, ഞാനുണ്ടല്ലോ ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പം ഇന്നൊരു പുറത്ത് ഇറ്റ്സ് നോട്ട് ബാഡ് കേട്ടോ. 10 ഡിഗ്രി എന്നൊക്കെയാണ് കാണിക്കുന്നത്, പക്ഷേ 10 പോലെയൊന്നുമല്ല. അത്യാവശ്യം ഇറ്റ്സ് നോട്ട് ബാഡ്. ഐ മീൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ക്ലൗഡി, കുറച്ച് സണ്ണി. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വലിയ തണുപ്പായിട്ടൊന്നും തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. നമ്മളിപ്പോൾ റീൽ എടുക്കാൻ പോകുന്നത് ഒരു എന്താ പറയുക, ഒരു വൈനറി പോലത്തെ ഒരു സ്ഥലമാണ്. സോ ബേസിക്കലി നല്ല ഓപ്പൺ ഏരിയ ആണ്. അവിടെയൊക്കെ എനിക്ക് ഉറപ്പാണ് ഞാൻ മരവിച്ച് പണ്ടാരടക്കുന്നുള്ള കാര്യം എനിക്ക് 200% ഉറപ്പാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. സാരി വിട്ടിട്ട് റീൽ എടുക്കാൻ പോകുന്നു. പൊളിക്കും ഈ തണുപ്പത്ത്. എനിവേസ്, സോ ദാറ്റ്സ് എ തിങ്. ഈ ഒരു സാധനം ഇട്ടാൽ എനിക്ക് അധികം ആക്ച്വലി ചൂട് തോന്നാറില്ല. ഒരു തേർമൽസ് അല്ല, ഇത് തേർമൽസിനെ പോലെ തന്നെ അതിന് ക്ലോസ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. സാധാരണ ഒരു ടോപ്പാണ്, പക്ഷേങ്കിൽ അതിട്ട് എനിക്ക് ഭയങ്കര തണുപ്പിൽ നിന്നൊരു ഭയങ്കര പ്രൊട്ടക്ഷനാണ്. സോ ഐ എം ഓക്കെ. ഒരു പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ ഈ നടക്കുന്ന ഏരിയ മൊത്തം അതിൻ്റെ ഉള്ളിൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ മൊത്തം കുത്തി തുറന്ന് പണ്ടാറടക്കിയിട്ടാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ കൂടെ കുറേ മഴയും ഒക്കെ ആയിട്ട് ഫുൾ ചളി പിടിച്ച് ഇതായിട്ടാണ് ഉള്ളത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് അവിടെ പോകുന്നുണ്ട് തന്നെ ഞാൻ എൻ്റെ ഷൂ ഊരിയിട്ട് ഹീൽസ് ഊരിയിട്ട് സ്നീക്കേഴ്സ് എന്തെങ്കിലും ഇട്ടിട്ടാണ് പോവാം. അതൊക്കെയാണ് കഷ്ടപ്പാട്, മനസ്സിലായോ? എനിവേസ്, സോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. സോ ഇനി ഇവിടെ നിന്ന് ഒരു 10:15 ഇപ്പോൾ സമയം. 10:30 വരെ ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് 11 മണിക്ക് എനിക്ക് എപ്പെങ്കിലും വേറൊരു ഓപ്പൺ ഉണ്ട് കേട്ടോ. സോ ബേസിക്കലി ഐ മൈ ബി ഗോയിങ് ദെയർ. സോ 10:30 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്തായാലും ഒരു 10:15 ഞാൻ എപ്പിങ് എത്തും. സോ ഐ എം തിങ്കിങ് മേ ബി ഐ മൈറ്റ് ഗെറ്റ് എ കോഫി. എനിക്ക് എന്താ അറിയില്ല, വല്ലാണ്ട് കോഫി കുടിക്കാൻ തോന്നുന്നു. സോ മേ ബി ഐ മൈറ്റ് ഗെറ്റ് എ കോഫി. വെറുതെ ഒരാവശ്യവും ഇല്ലാണ്ട് കോഫി കുടിച്ച് കാശ് കളയലാണ് എൻ്റെ പരിപാടി. സോ ഗൈസ്, ഞാനിത് പെട്ടെന്ന് 7-Eleven പോയിട്ട് ഒരു ക്വിക്ക് കോഫിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ എപ്പിങ്ങിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണേഴ്സ് ഹാസ് ടു ഗോ ഔട്ട് ഓഫ് ദ ഹൗസ് ആൻഡ് വി ഹാവ് 5 more minutes. അപ്പോൾ ഈ 5 മിനിറ്റിലുള്ള ഓണേഴ്സ് പുറത്തു പോകും, ഞാൻ ഉള്ളിലേക്ക് പോകും. ദാറ്റ്സ് ദ തിങ്, യുനോ. സോ ഗൈസ്, ഞാനിങ്ങനെ വെയിലത്ത് നിൽക്കുമെന്ന് ആക്ച്വലി തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ബേസിക്കലി നമ്മൾ ഇവിടെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ വി ഹാഡ് 3-4 ബയേഴ്സ് കമ്പായി. അതിലൊരാൾ പുച്ഛിച്ചിട്ട് പോയി, ബാക്കി 2 ആക്ച്വലി ഇഷ്ടപ്പെട്ടായിരുന്നു. സോ ദാറ്റ്സ് ദ അപ്ഡേറ്റ്സ്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കൽക്കാലോയിലൊക്കെയാണ്. കൽക്കാലോയിൽ ഒരു ഓപ്പൺ കൂടിയുണ്ട്. കൽക്കാലോയിലല്ലേ? കൽക്കാലോയിൽ ഓപ്പൺ. അപ്പോൾ നമുക്ക് അവിടെ പോകാം. ഒരു 3 more minutes ഇവിടെ നിൽക്കാനുണ്ട്. ഇറ്റ്സ് എ ഗുഡ് വെതർ ഗൈസ് ടുഡേ. 10-12-11 ഡിഗ്രിയൊക്കെ ആണെങ്കിൽ പോലും നല്ല സൂര്യനുണ്ട്. ചില സമയത്ത് ഇവിടെ സൂര്യൻ മിസ്സിംഗ് ആണ്. സോ സൂര്യൻ മിസ്സിംഗ് ആകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ദിസ് ഇസ് ദ സ്ട്രീറ്റ് ദാറ്റ് വി ആർ ഡൂയിങ് ദ ഓപ്പൺ. ദിസ് ഇസ് ദ ഹാവ്. സോ ഹിയർ ഐ ആം ഗൈസ് ഇൻ കാൽക്കലോ. ഞാനിത് ഇവിടെ വന്നിട്ട് കുറേ നേരം അശ്വതിയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാറിലിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹോപ്പിംഗ് ദാറ്റ് സമ്മൺ വുഡ് കം, ബട്ട് ഡസൻറ്റ് ലുക്ക് ലൈക്ക് എനിവൺ ഇസ് ഗോയിങ് ടു കം. ഐ എം ഗെറ്റിംഗ് എ കോൾ. ലെറ്റ് മീ പിക്ക് ദിസ് കോൾ. അങ്ങനെ ചെയ്തിട്ട് നിനക്ക് പടിയോ? എന്ത് ഇവിടെ മേലോട്ട് കുറക്കുന്നത്? പേടിച്ചിട്ടാണോ?
ഞാനത് രേഷ്മയുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ രണ്ടാളും ട്വിൻസ് ഇരട്ട പെറ്റ പോലെ ഉണ്ട്. ഒരേ പൊട്ട് ചോപ്പ് ലിപ്സ്റ്റിക് കറുപ്പ് ഫുൾ യുനോ ഇതാണ് നമ്മുടെ രേഷ്മ. ഉദയൽ നമ്മളെ പോലെ തന്നെ പട്ടിപ്പണിയെടുക്കുന്ന ഒരാൾ. ഇനി ഞാൻ വേറൊരാൾ കാണിച്ചു. ഇവിടെ പേടിച്ചിരിക്കും എന്നെ കണ്ടിട്ട്. കണ്ട അത്ര ഭീകര രൂപമാണോ ഇങ്ങനെ? ഹായ് ചിരിക്കുവാണോ? ഹായ് മിലി. ഹായ് മിലി. ആ ഹായ് മിലി. പോയി ഗൈസ്, എന്നെ പേടിച്ച് ഓടുന്നതാണ് അത്. സോ നമ്മളത് ഇവിടെ റെഡിയൊക്കെ ആയി. ഷൂസാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കുന്നത്. സമയമൊന്നുമില്ല, ഹീൽസ് ഒന്നും അവൻ വയ്യ. അപ്പോൾ ഇനി പോയിട്ട് കുറച്ച് ഏത്ത് മൂഡ് ആ പാട്ടിന് കുറച്ച് സ്റ്റെപ്പൊക്കെ വേണം ഇനി. ദാറ്റ് ഇസ് ദ തിങ്. എന്താണ് ഫുഡ് കൊടുക്കുന്നവൻ? ഓ അത്രേ ഉള്ളൂ, പാവം. കുറച്ച് കൊടുക്കുക അധികം. ഫ്രീയോ? അതെ അച്ചോ കഴിഞ്ഞു പാവം. ഗൈസ് നമ്മളതെ അത്രയും തണുപ്പൊന്നുമില്ല കേട്ടോ. 10 ഡിഗ്രി 11 ഡിഗ്രിയൊക്കെ കാണിക്കുന്നു. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് കോൾഡ്. സോ വി ആർ ചില്ലിങ് ഇൻ സ്ലീവ്ലെസ് ബ്ലൗസ് ആൻഡ് സാരീസ് ചെയ്യണോ. അത് ഞാൻ രേഷ്മനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ നമ്മൾ രണ്ടാളും ഇവിടെ നിന്ന് പോകുമെന്ന് നമ്മൾ പ്രത്യേകിച്ച് ആരും എത്തിയിരുന്നുണ്ടാവില്ല. സോ ഇനി ഗൈസ് 2 ഫോട്ടോസ് എടുക്കാം. 2 വേലക്കാരികൾ. സത്യം പറഞ്ഞ ഗൈസ് ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ 2 വേലക്കാരികളെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒട്ടക്കാട് അതുപോലെ ഉണ്ടായിരുന്നു. കുറച്ച് മുടിയൊക്കെ മുറിച്ച് കുറച്ച് സ്റ്റൈലിഷായ ഒരു വേലക്കാരി. ഗൈസ് ഇറ്റ്സ് എ കൂൾ വെരി നൈസ് എസ്റ്റേറ്റ് ആക്ച്വലി. സൂപ്പർ എസ്റ്റേറ്റ് ആണ്. സോ ഇവിടെ നമ്മൾ ഇതുവരെ വരാത്തത് വളരെ മോശമായി പോയി. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും സുധീവരെയും കൂട്ടിയിട്ട് വരുന്നതായിരിക്കും. ഇതൊക്കെ ആരൊക്കെയാന്ന് കാണുന്നില്ല കണ്ണ്. നമ്മൾ രണ്ടാളും ഇരട്ട പറ്റ പോലെ ഇല്ലേ? ഇതാണ് ഗൈസ് നർത്തം. ഇതാണ് ആക്ടേഴ്സ്. നിങ്ങളൊക്കെയാണോ ആക്ടേഴ്സ്? ഓ മൈ ഗോഡ് ഗൈസ്, മൈൻഡ് ബ്ലോയിങ്. എൻ്റെ വീട്ടിൻ്റെ തുമ്പത്താണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. എന്നിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല ഞാൻ അറിഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇത്രയും ഭംഗിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ ആക്ച്വലി ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് സുധീപ് പത്മനാഭൻ അയച്ചു തരണം. ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരെയാണ് കഴിച്ചു. 20 മിനിറ്റ്സ്. ഓക്കെ, അവിടെ എത്ര അടിപൊളി സംഭവങ്ങളുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. മനസ്സിലായി, ആരും പറഞ്ഞിരുന്നില്ല. സോ ബ്യൂട്ടിഫുൾ. എൻ്റെ അമ്മ ഇനി ഇവിടെ കിടന്നിട്ട് ഇപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് തണുക്കുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ നല്ല കാറ്റുണ്ട്. സോ കാറ്റടിക്കുന്ന സമയത്ത് ഇവിടുത്തെ തണുക്കുന്നു. ഇത് എങ്ങോട്ട് പോകും നിങ്ങൾ? ഓ ലൊക്കേഷൻ. ശരി ഫ്രെയിം. ഓക്കെ, ഇവിടെ ലൊക്കേഷൻ തേടി ഒരു മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, ഒരു വീഡിയോ എടുക്കട്ടെ. ഭാര്യ തേച്ചതുകൊണ്ട് ഭർത്താവ് ഷർട്ടിലും പൂക്കളുള്ളതൊട്ടെ വന്നേക്കുവാണ്. ഇവിടെ വല്ലതും നടക്കുവോ? കുറെ നേരം ആയല്ലോ. ഒരു വീട്ടിൽ ഹലോ ഹലോ ഹലോ. നമ്മള് കണ്ടിട്ടില്ലേ അല്ലേ? നമ്മളല്ലേ ഒന്ന് റെസ്റ്റോറന്റ് കണ്ട നമ്മളല്ലേ അല്ലേ? മൂട് അത് പാടി പാടി ഒരാൾ ചെയ്യും. അതന്നെ എന്റെ പൊന്നി പിന്നെ ആയോ മംഗലം മംഗലം. പറഞ്ഞോ. ഈ മുണ്ട് മോഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരാളുടെ മുണ്ടെടുത്ത് ഇവന് കൊടുത്തിട്ട് ഇവനെ കൊണ്ട് തുടക്കത്തെ ഓഫ് കോഴ്സ് വൈ നോട്ട്. യെസ്.
1 2 3 1 2 3 അതായത് നമ്മൾ അങ്ങോട്ട് പോകും മൂവ് ചെയ്യുന്നുണ്ട് ഏത് മൂഡ് അത്തം മൂഡ് ഏത് മൂഡ് പൂക്കളം മൂഡ് അപ്പൊ അങ്ങോട്ട് പോയി ആക്ച്വലി എടുക്കുന്ന വീഡിയോനേക്കാൾ ഈ വീഡിയോ ആയിരിക്കും നല്ല രസം. ബോയ്സ് കുറച്ച് കയറി നിങ്ങളിലേക്ക് എത്തൂലല്ലോ ഇവിടെ അടുത്തേക്ക് ഓക്കെ ഒന്നുകൂടി ചെയ്യാം അപ്പം ഗൈസ് നമ്മൾ അങ്ങനെ ഒരു മണിക്കൂറുകളും നീണ്ട ഒരു കുഞ്ഞി 30 സെക്കൻഡ് റീൽ ഇപ്പൊ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആരൊക്കെ മുഖം ഉണ്ടാകും മുഖം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. അപ്പൊ എല്ലാരും ഒരു ബായ് പറഞ്ഞേ. ഇതൊക്കെ ആരാ? ഇതാണ് നമ്മുടെ ആക്സെന്റ്. ഇത് ആക്സെന്റിന്റെ ഭാര്യ, പണിയെടുക്കുന്ന ആൾ ഇതാണ്. രേഷ്മ നമ്മളെ സദ്യ കാണിക്ക്. ഇതാരാ? എന്തായിരുന്നു രാജീവിട്ട പേരെന്തായിരുന്നു മറന്നുപോയി. ആനപ്പാറ അച്ചമ്മ. എടാ ഞൊണ്ടി ഒരു ഹായ് പറഞ്ഞോട്ടെ. ഗൈസ് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഐ എം ബാക്ക് ടു മൈ ദിസ് ക്ലോത്ത്സ് ആക്ച്വലി. ഓട്ടെ, എനിക്കിന്ന് ഒരു പ്രൈവറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 6 മണിക്കാണ് പ്രൈവറ്റ് ഇൻസ്പെക്ഷൻ കേട്ടോ. ഞാൻ ക്വിക്ക്ലി രേഷ്മയുടെ വീട്ടിൽ പോയി ചേഞ്ച് ചെയ്തു. എന്നിട്ട് വീണ്ടും ഈ സാധനം ഇട്ടു. സാരി ഇട്ടിട്ട് പ്രൈവറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാനിത് ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ വീട് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു ലൗഞ്ച് ഏരിയ ആണ്. ഇതാണ് വീട്. സ്റ്റേജ് ചെയ്തേക്കാണ് ആക്ച്വലി. ഡൈനിങ് ടേബിൾ കുറച്ച് അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഇതിന് ഈ കാണുന്നതിനേക്കാൾ സ്ഥലമുണ്ട് ആക്ച്വലി. അതിന് പുറത്ത് അവിടെ ഒരു എക്സ്ട്രാ കിച്ചൺ കൂടി ഉണ്ട് ആ ഏരിയയിൽ. സോ ദിസ് ഇസ് ദ ഓവറോൾ ലുക്സ് ആൻഡ് ദിസ് ഹൗസസ് ഇൻ ദ ക്രൈഗിബൺ സൈഡ് ഓഫ് മിക്കലം ഇഫ് എനി വൺ വോണ്ട്സ് ടു ബൈ. ഓ, എല്ലാ റൂമും അത്യാവശ്യം ജസ്റ്റൊക്കെ സ്റ്റേജൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? എല്ലാ ഇതിലും കണ്ട ഇപ്പോൾ വരുന്ന എല്ലാ മിററിലും ഇങ്ങനെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടാ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഭയങ്കര ലോങ് സാറ്റർഡേ പോയി പോലെ തോന്നുന്നു. ഒന്നും പ്രത്യേകിച്ചും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഓപ്പൺ ഹോംസ് കഴിഞ്ഞ് നേരെ അവിടെ പോയി ഡ്രസ്സൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് സപ്പോസ് ടു ഡു എ മീറ്റിംഗ്. പക്ഷേ മീറ്റിങ്ങിൽ മെയിൻ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മീറ്റിംഗ് ഇന്ന് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ ഐ കേം ഹിയർ ടു ഡു ദിസ് തിങ്. ഗൈസ് ഐ എം ഹോം. ഞാൻ വീട്ടിൽ വന്ന് കുറേ നേരം മമ്മിയോട് വർത്താനം പറയായിരുന്നു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ആകെ ഇത് മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ചിക്കൻ റൈസ്, അല്ല ചിക്കൻ മദൂദ്. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആക്കിയത് ചിക്കൻ മദൂദ് കേട്ടോ. ചിക്കനൊന്നും ഒരു സുഖമില്ല. രണ്ട് ദിവസം കഴിഞ്ഞാൽ ചിക്കനൊക്കെ ഒരു ടേസ്റ്റ് പറയൂലേ, അതുപോലെ ടേസ്റ്റ് വേറെ കഴിഞ്ഞു. ബട്ട് എനിവേസ് വേറെ ഒന്നും തിന്നായില്ലായിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹംഗ്രി. ഞാൻ ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടില്ലായിരുന്നു. സോ I went to Time Zone. So me and Daddy went to a photo booth, and I got this Pikachu plush toy for one of the paying deals. Mood ring that the color changes when I get any of these feelings. The color of which it shows for the feeling will come on the ring if I'm feeling that way. And the last thing I got is at Time Zone I also got this water gun for a prize. അതാണ് സംഭവിച്ചത്. അതായത് കുട്ടീൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ട് ബർത്ത്ഡേ വരെ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. പോയിട്ട് ബർത്ത്ഡേ സമയത്ത് തന്നെ പറഞ്ഞൊന്ന് ഹംഗ്രി ജാക്സും ടൈം സോണിലും പോകണം. അത് നമ്മൾ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. സോ അവിടെ ഇന്ന് ആക്ച്വലി ഏട്ടൻ കൂട്ടിയിട്ട് പോയി. എന്നിട്ട് ഹംഗ്രി ജാക്സിന് കുട്ടിക്ക് ഡിന്നർ വാങ്ങിച്ചു കൊടുത്തു. വീട്ടിൽ വന്നിട്ട് വീട്ടിലെ ലൈറ്റിൽ കണ്ട കാണാൻ നല്ല സ്റ്റൈലുണ്ട്. അയ്യോ ഗൈസ് ഇവിടെ ഒരു വൃത്തിയായിട്ട് കുരു വരുന്നുണ്ട്. അതിന് ഇപ്പോഴൊന്ന് വന്ന് ഞാൻ പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. ഓ ഗോഡ്.